ശക്തമായ ചതുഷ്കോണ മത്സരം നടന്ന വടകരയിൽ ഇടതുമുന്നണി നേടിയ വിജയത്തിന് തിളക്കമേറെ. യുഡിഎഫിനൊപ്പം ആർഎംപിയെയും ബിജെപിയെയും നേരിട്ട് സിറ്റിംഗ് എംഎൽഎ സി.കെ. നാണു 9511 വോട്ടിനാണ് വിജയിച്ചത്. ആർഎംപിയുടെ കെ.കെ. രമ 20504 വോട്ടുകൾ നേടി. ആർഎംപിയുടെ കെ.കെ. രമയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ശ്രദ്ധേയമായ മണ്ഡലത്തിൽ ഇടതുമുന്നണി അനായാസം വിജയിച്ചു കയറി. പ്രചാരണം മുതൽ ആർഎംപിയുടെ സാന്നിധ്യമായിരുന്നു വടകരയിലെ ചർച്ച. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.പിയുടെ പത്നി തന്നെ അംഗത്തിനിറങ്ങിയപ്പോൾ പ്രതിരോധത്തിലായത് CPIM ആയിരുന്നു. എന്നാൽ സിറ്റിംഗ് എംഎൽഎ സി.കെ. നാണുവിന്റെ ജയത്തെ ഇതൊന്നും ബാധിച്ചില്ല. കഴിഞ്ഞ തവണ 847 എന്ന നേരിയ ലീഡുണ്ടായിരുന്ന നാണു ഭൂരിപക്ഷം ഇത്തവണ 9511 വോട്ടായി വർദ്ധിപ്പിച്ചു. ഇടതുമുന്നണിയെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവാണ് വടകരയിലെ വിജയമെന്ന് സി.കെ. നാണു പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ഇതുപോലെ രാപ്പകലില്ലാതെ കണ്ട് അധ്വാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ആർഎംപിയുടെ കെ.കെ. രമ 20504 വോട്ട് നേടി 3ാം സ്ഥാനത്തായി. യുഡിഎഫിനും കനത്ത തിരിച്ചടിയാണ് വടകരയിലെ ഫലം. JDU ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രന്റെ പരാജയം ആ പാർട്ടിയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും. കഴിഞ്ഞ തവണ MK പ്രേംനാഥിന്റെ പരാജയത്തിന് കാരണക്കാരനെന്ന് പഴികേട്ടയാളാണ് മനേത്ത് ചന്ദ്രൻ. എന്തായാലും വെല്ലുവിളികളെ അതിജയിച്ച് കടത്തനാടിലെ മണ്ണിൽ നേടിയ വിജയത്തിൽ CPIMന് ഇത്തവണ അഭിമാനിക്കാനേറെയുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.